ആക്കുന്നത്. ദാനധർമ്മങ്ങൾ കൊടുത്ത മേഖലൻ്റെ അനുസരിച്ചാണ് അതിൻ്റെ കൂലി. എല്ലാ ദാനധർമ്മങ്ങൾക്കും സമമായ കൂലിയല്ല. മഹാനായ അല്ലാമ സുയൂത്തി തങ്ങൾ പറഞ്ഞത്, ഒരു ഉറുപ്പ്യാണ് സദഖ ചെയ്ത്, മസലൻ ദൃഹം നമുക്കവിടെ പറഞ്ഞത്, ഒരു ഉറുപ്പ്യാണ് സദഖ ചെയ്ത്, അതിന് അധ്വാനിക്കാൻ കഴിവുള്ള ഒരു സാധുവിനാണ് കൊടുത്ത് ഒരു ഉറുപ്പ്യാണ്ട്. അത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ 10 അവൻ്റെ ഏട്ടിലെഴുതും, 10 ഗുണം. നേരെ മറിച്ച് ഒരു ഉറുപ്പ്യ കൊടുത്ത് അധ്വാനിക്കാൻ കഴിയാത്ത ഒരാൾക്ക്, അവിടെ ഉദാഹരണം പറഞ്ഞിക്കല്ല, അഴ്മാവത് ജമീൻ, ഗുരുടൻ, വാദം പിടിച്ച് കുഴങ്ങിയ ആൾ ഒരു ഉറുപ്പ്യനോട് കൊടുത്ത്, മറ്റവന് കൊടുത്ത് ഒരു ഉറുപ്പ്യ തന്നെ 90 അതിൻ്റെ കൂലി ചെയ്തിട്ടുള്ളത്. കൊടുത്ത മേഖലൻ്റെ വ്യത്യാസം. ഇവൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കാണ്, കുഴങ്ങിയ ഒരാൾക്കാണ് ഒരു ഉറുപ്പ്യാണ് കൊടുത്തത്, 900 അതിൻ്റെ കൂലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൊടുത്ത ഒരു ഉറുപ്പ്യാണെങ്കിലും ശരി, കൊടുത്ത മേഖലക്കനുസരിച്ച് ഇതിൻ്റെ പുണ്യം വ്യത്യാസപ്പെടും. മാതാപിതാക്കൾക്കാണ് ആ ഒരു ഉറുപ്പ്യ കൊടുത്തത് എങ്കിൽ, മാതാപിതാക്കൾക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള ഘട്ടമുണ്ട്, ഒരു കഴിവില്ലെങ്കിൽ അതിൻ്റെ പുറമെ ഒരു ഉറുപ്പ്യാണ് സദഖായിട്ട് കൊടുത്തത്. 1,00,000 അതിൻ്റെ കൂലി ചെയ്തത്, 1,00,000. ഒറ്റ ഉറുപ്പ്യക്ക് ഈ വ്യത്യാസങ്ങളൊക്കെ കാണുന്നത്. നേരെ മറിച്ച് ദീനീ ഉലൂമ് അതിന് വേണ്ടിയാണ് ഈ ഒരു ഉറുപ്പ്യ കൊടുത്തത് എങ്കിൽ 9 ലക്ഷം എന്നാണ് അതിൻ്റെ പുണ്യം എഴുതുന്നതെന്ന് അല്ലാമ സുയൂത്തി തങ്ങൾ തൻ്റെ അൽ ഹുമാസി എന്ന കിതാബിൽ അക്കട്ട് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ മൂപ്പര് മുണ്ടണില്ല കഴിഞ്ഞ്. അതിൻ്റെ ഷോർട്ട്, ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിൻ്റെ മുകളിൽ ഇൽമിന് വേണ്ടി സഹായിക്കുന്ന അത്ര പുണ്യം നൽകപ്പെടുന്നൊരു മേഖലയില്ല. അതാണ് ഏറ്റവും വലിയ മേഖല. കാരണം ഇൽമുണ്ടെങ്കിൽ ഇവിടെ ഇസ്ലാം ജീവിക്കും. അല്ല, ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ജീവനാണ് അറിവ്. അതില്ലെങ്കിൽ പരാജയപ്പെട്ടു, പരീക്ഷയിലൊക്കെ തോറ്റി ഇരപ്പായി പോകും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് അതിൻ്റെ കമച്ചു വെക്കുന്നൊരു മേഖലയില്ല എന്നാണ് മഹാന്മാർ രേഖപ്പെടുന്നത്. അപ്പോൾ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും പറ്റിയ മേഖല ഇൽമി മേഖലയാണ്. അത് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ സഹായിക്കുക. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ മിൻഹാജിൽ പറയുന്ന ആദ്യ ഭാഗത്ത് തന്നെ ബിസ്മിയും ഹംദും സലാത്തും ചൊല്ലിയതിൻ്റെ ശേഷം അമ്മാ ബഅദു ഫഇന്നൽ ഇസ്തിആല ബിൽ ഇൽമി മിൻ അഫ്ളലി തആത്ത്, ഇൽമുമായി ബന്ധപ്പെടൽ, പഠിക്കൽ പഠിപ്പിക്കൽ എന്ന് സഹായിക്കൽ, അതാണ് ബന്ധം എന്ന് പറഞ്ഞത്. അങ്ങനെ ബന്ധപ്പെടൽ മിൻ അഫ്ളലി തആത്ത്, ഇബാദത്തുൽ വെച്ച് ഏറ്റവും മുന്തിയതാണ് എന്ന് മാത്രമല്ല, വഔലാ മാ ഉൻഫിഖതു ഫീഹി നഫായിസുൽ ഔഖാത്ത്, മുന്തിയ സമയം. മനുഷ്യന് 2 സമയമുണ്ട്, മുന്തിയ ടൈമുണ്ട്, അതായത് നല്ല ആരോഗ്യം സൗകര്യമൊക്കെ ഉള്ള കാലം. ഖുർആൻ കഴിഞ്ഞു നോക്കുകയാണെങ്കിൽ പ്രായം മറ്റും മറിച്ചൊക്കെ അധികമാകുമ്പം വിചാരിച്ച സൗകര്യം ഉണ്ടാവില്ല. ആ മുന്തിയ ടൈമൊക്കെ കഴിഞ്ഞു. ഈ മുന്തിയ ടൈം ചെലവഴിക്കാൻ ഏറ്റവും പറ്റിയ മേഖല ഇൽമി മേഖലയാണെന്ന് മഹാനവറുകൾ അത് പറയുന്നു. മുന്തിയ ടൈം ചെലവാക്കാൻ, എന്നാൽ മാത്രമേ ആ ടൈമിന് മുതലാവുള്ളൂ. അപ്പോൾ ഇൽമിന് സഹായിക്കുക, ഇൽമ് പഠിപ്പിക്കാനുള്ള വഴികളും സഹായങ്ങളും കൊടുക്കുക, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വേറെ മേഖല അങ്ങനെയില്ല എന്നാണ് മഹാന്മാർ പറഞ്ഞത്. അങ്ങനെ